റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ബിനിൽ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബന്ധു ജെയിൻ കുര്യൻ. ജനുവരി 5-ന് യുക്രൈൻ റഷ്യ അതിർത്തിയിൽ നടന്ന ഷെല്ലാക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം യുദ്ധമുഖത്ത് എത്തിയപ്പോഴാണ് ബിനിലിനെ മരിച്ച നിലയിൽ കണ്ടതെന്ന് ജെയിൻ കുര്യൻ. അതേസമയം മനുഷ്യക്കടത്ത് ഏജൻസികളെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ബിനിലിന്റെ വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജോലിത്തട്ടിപ്പിനിരയായി യുദ്ധമുഖത്ത് അകപ്പെട്ടുപോയ മുഴുവൻ മനുഷ്യരുടെയും ദുരിതങ്ങളാണ് ജെയിന്റെ വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തുവരുന്നത്. മോചനത്തിനായി സർക്കാർ ഇടപെടൽ പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്നതിനിടയിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ജെയിൻ പറയുന്നതിങ്ങനെ: ഇരുവരെയും 2 സംഘങ്ങളായി ഡിസംബർ അവസാനവാരം തന്നെ വേർതിരിച്ചു. ജനുവരി 5-ന് ബിനിൽ ബാബുവിന്റെ സംഘം യുദ്ധമുഖത്ത് ഡ്യൂട്ടിക്ക് പോയി. അവിടെ വെച്ച് ഷെല്ലാക്രമണമുണ്ടായി. സംഭവ സ്ഥലത്ത് വെച്ച് ബിനിൽ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. ജനുവരി 6-ന് ഡ്യൂട്ടിക്കെത്തിയപ്പോൾ മാത്രമാണ് ബിനിൽ മരണപ്പെട്ട വിവരം അറിയുന്നത്. സംസാരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ അവൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നു നമുക്ക്. അവിടെ 5-ാം തീയതിയാണ് ബിനിലിനെ ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച 6-ാം തീയതിയാണ് ജെയിനെ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ജെയിൻ ബിനിൽ മരിച്ചിറങ്ങുന്നത് കാണുന്നത്. മൃതദേഹം പട്ടാള ക്യാമ്പിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ തനിക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ തന്നെ ജനുവരി 7-ന് മാത്രമാണ് റഷ്യൻ പട്ടാളം ആശുപത്രിയിൽ എത്തിച്ചതെന്നും ജെയിൻ പറയുന്നു. മഞ്ഞു നിറഞ്ഞ യുദ്ധമുഖത്ത് മരവിച്ചു കിടക്കുന്ന നിലയിൽ കണ്ട ബിനിലിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതായി ജെയിൻ അറിവില്ല. സർക്കാർ ഇടപെടലുകളിലൂടെ എത്രയും വേഗം ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് മാത്രമാണ് മോസ്കോയിലെ ആശുപത്രി കിടക്കയിൽ നിന്ന് ജെയിൻ ആവശ്യപ്പെടുന്നത്. തൃശൂർ കുട്ടനെല്ലൂരിലെ വീട്ടിലെത്തി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബിനിലിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. യുദ്ധമുഖത്ത് അകപ്പെട്ട യുവാക്കളെ രക്ഷിക്കാൻ സർക്കാർ ഫലപ്രദമായി ഒന്നും ചെയ്തില്ലെന്നും രമേശ് കുറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കൊണ്ടുപോകുന്ന ആരാണ്? ഏത് ഏജൻസിയാണ്? അവരുടെ പേര് കർശന നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. കേസ് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. ഏതായാലും ഈ കാര്യം അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കാര്യം ഇപ്പം കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ബന്ധപ്പെടും. അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. കളക്ടറോട് ഞാൻ സംസാരിക്കുന്നു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബിനിലിന് വയറിനാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ യുവാവിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. ജെയിനിനെ എത്രയും വേഗം തിരികെ നാട്ടിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്നും ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ വേണമെന്നുമാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.